കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള മണ്ഡലമാണ് വള്ളിക്കുന്ന്. മലപ്പുറം ജില്ലയുടെ ഒരറ്റത്താണ്, മലപ്പുറം ജില്ലയിലെ തീരദേശത്താണ്. മലപ്പുറവും കോഴിക്കോടും തമ്മിൽ അതിരിട്ട് നിൽക്കുന്ന കടലുണ്ടിപ്പുഴയുണ്ട്. കടലുണ്ടിപ്പുഴയുടെ തീരം വരെയുള്ള ഒരു മണ്ഡലമാണ് വള്ളിക്കുന്ന്. വള്ളിക്കുന്നിന് ഒട്ടേറെ പ്രത്യേകതയുണ്ട്. കടലുണ്ടി ഒരു അതിരിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കടലുണ്ടിയുടെ പ്രത്യേകത, മലപ്പുറത്തും കോഴിക്കോട്ടും കടലുണ്ടിയുണ്ട്. പുഴയുടെ ഇപ്പുറം ഞങ്ങളുടെ മലപ്പുറം ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന കടലുണ്ടിക്ക് കടലുണ്ടി നഗരം എന്ന് പറയും. എന്നാൽ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ളത് അപ്പുറത്തുമാണ്. ഈ രണ്ടിൻ്റെയും ഇടയിലുള്ള തിട്ടയിലാണ് ഈ ദേശാടന പക്ഷികൾ വന്നു ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് ദേശാടന പക്ഷികളുടെ ജില്ലയാണ്. ഒപ്പം തന്നെ ധാരാളം കണ്ടൽക്കാടുകളുടെ ഒരു മണ്ഡലമാണ്. അതിലേറെ ഒരു പ്രത്യേകത, ദേശീയ തലത്തിൽ തന്നെ മികച്ച പഞ്ചായത്തിനുള്ള അംഗീകാരം. നമ്മുടെ ജനകീയാസൂത്രണം വന്നല്ലോ. ജനകീയാസൂത്രണ കാലത്ത് ഇന്ത്യക്ക് തന്നെ മാതൃകയായ ഒരു പഞ്ചായത്ത് ഭരണം, അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾ തീരുമാനിച്ച് ജനങ്ങൾ നടപ്പാക്കി, മുഴുവൻ ഫണ്ടും 5 പൈസയുടെ കമ്മീഷൻ ആർക്കും കൊടുക്കാതെ, ഒരു പണിയും കോൺട്രാക്ട് കൊടുക്കാതെ ജനങ്ങളെ കൊണ്ട് ചെയ്യിച്ച, അതിന് നേതൃത്വം നൽകിയത് തീർച്ചയായിട്ടും യു കലാനാഥൻ മാഷ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. 1997 സ്വരാജ് ട്രോഫി. കലാനാഥ് മാഷിയുടെ ജില്ലയാണ്, കലാനാഥ് മാഷിയുടെ നാടാണ്. കലാനാഥ് മാഷിയുടെ മരിച്ചുപോയി. അതാണ് ഒരു പ്രത്യേകത. വള്ളിക്കുന്ന് മണ്ഡലം ഉണ്ടാകുന്നത് 2011 അതുവരെ തിരൂരങ്ങാടി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു. തിരൂരങ്ങാടി മണ്ഡലത്തിലെ ഭാഗവും കൊണ്ടോട്ടി മണ്ഡലത്തിന്റെ 1-2 പഞ്ചായത്തുകളും ചേർത്താണ് വള്ളിക്കുന്ന് ഉണ്ടാകുന്നത്. 15 വയസ്സേ ആയുള്ളൂ എന്നുകൊണ്ട് തന്നെ 3 തെരഞ്ഞെടുപ്പേ നടന്നിട്ടുള്ളൂ. 2 MLA ഉണ്ടായിട്ടുള്ളൂ. 2 പേരും അവിടുത്തുകാരല്ല. ഒരാൾ മലപ്പുറത്ത് നിന്ന് വന്ന് KN ഖാദർ അവിടുന്ന് MLA ആയി 2011. പിന്നെ 16 21 അവിടെ P അബ്ദുൽ ഹമീദ് മാഷാണ്, അദ്ദേഹം പെരിന്തൽമണ്ണക്കാരനാണ്, അവിടുന്ന് വന്ന് MLA ആയി. ഇതുവരെ ആ നാട്ടുകാർ MLA ആയിട്ടില്ല. ഇതാണ് വള്ളിക്കുന്നിന്റെ ഒരു ആമുഖം. വള്ളിക്കുന്നിലാണ് ഇന്ന് ABC ന്യൂസിന്റെ മണ്ഡലം പര്യടനം ചെന്ന് നിൽക്കുന്നത്. ഈ വള്ളിക്കുന്നം എന്ന് പറയുമ്പോൾ ഈ പേരിനോട് സാമ്യമുള്ള മറ്റൊന്ന് തെക്കൻ കേരളത്തിലുണ്ട്. തിരുവിതാംകൂറിൽ വള്ളികുന്നം, പ്രസിദ്ധനായ തോപ്പിൽ ഭാസിയുടെ ജന്മസ്ഥലം. തൊളിവിലെ ഓർമ്മകൾ എഴുതിയ തോപ്പിൽ ഭാസിയുടെ പ്രക്ഷോഭങ്ങളുടെ ഇടതുപക്ഷ, അതെ, അവിടെ വളർന്നു വന്ന സ്ഥലമാണ് അത്. ഞങ്ങളുടെ പന്തളത്തിന് വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. പിന്നെ വേറൊന്നുള്ളത് അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയനെ ഗോർബച്ചേവ്, പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസത്തിൻ്റെ ഗോർബച്ചേവ് എന്ന് വിശേഷിപ്പിച്ച, നിരന്തരമായിട്ട് വളരെ യുക്തിഭദ്രതയോടെയും ക്ലാരിറ്റിയോടെയും കൂടി അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരുന്ന എഴുത്തുകാരനാണ്. മലയാളത്തിലെ ഒന്നാം ജേർണലിസ്റ്റുകളിൽ ഒരാളായിരുന്നു. പ്രമുഖനായ എഡിറ്ററായിരുന്നു അല്ലേ? അദ്ദേഹത്തിന്റെ പോസ്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും CPM കൂടിയാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ നമ്മുടെ നാട്ടുകാരിലേക്ക്. അസിസ്റ്റന്റ് എഡിറ്റർ ആ പോസ്റ്റ് ഈ വിഭാഗീയത ഏറ്റവും കത്തി നിന്ന കാലം. പിന്നീട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയിട്ടാണ് വിമർശനം, ഗോർബച്ചേവ് എന്ന് പറഞ്ഞ് വിമർശനം. അങ്ങനെയാണ് എന്താ പൊളിച്ചെഴുത്താണ് അദ്ദേഹം നടത്തിയത്. പാർട്ടിയുടെയും പിണറായിക്കെതിരെ ആദ്യം യുദ്ധം തുടങ്ങിയ വ്യക്തികളിൽ ഒരാൾ. എന്ത് ആഴമായിരുന്നു നമ്മുടെ ഈ ജോൺ ബ്രിട്ടാസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ യുക്തിസഹജമായി എതിർക്കാൻ ഒരു തരി പോലും അവസരം കൊടുക്കാതെ ഭംഗിയായി സുന്ദരമായ ക്ലാരിറ്റിയിൽ. ഒരുപക്ഷെ ദേശാഭിമാനിയിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ അതൊക്കെ നോക്കി പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെ എഴുതണം, എവിടെ കൊള്ളിക്കണം, അതും ഈ സത്യസന്ധമായ വിവരങ്ങൾ വച്ചുകൊണ്ടാണ് നമുക്ക് എതിർക്കാൻ കഴിയാത്ത രീതിയിൽ അപ്പുക്കുട്ടങ്ങൾ. പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിമർശനങ്ങൾ നമ്മുടെ ചാനലുകളിൽ കൂടി, ടെലിവിഷൻ മാധ്യമങ്ങളിൽ കൂടി വന്നു. ഇപ്പോൾ അദ്ദേഹം അതാണ് ഇപ്പോഴുള്ള നിലവിലുള്ള ആൾക്കാർക്ക്, വിശേഷിച്ചും ദേശാഭിമാനിക്കാർക്ക് ഒന്നുകൂടി അത് പരിശോധിക്കാവുന്നതാണ്. ഇനി നമുക്ക് പക്ഷേ കണക്കുകളിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഏറ്റവും ഒടുവിൽ നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് ആദ്യം നോക്കാം അല്ലേ? ഇപ്പോൾ അവിടുത്തെ MLA P അബ്ദുൽ ഹമീദ് മാഷാണ്. അബ്ദുൽ ഹമീദ് മാഷ് പെരിന്തൽമണ്ണക്കടുത്ത് പട്ടിക്കാട് സ്വദേശിയാണ്. മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് 2016 വന്ന് അവിടെ ആദ്യമായിട്ട് മത്സരിക്കുക. 16 മുതൽ 16 21 അദ്ദേഹമാണ് MLA. ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആണ്. രണ്ട് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുമ്പോൾ 2016 21 തമ്മിലുള്ള വ്യത്യാസം 15,000 വോട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ അബ്ദുൽ ഹമീദ് മാഷയുടെ ഭൂരിപക്ഷം 2,000 മാത്രമേ കൂടിയിട്ടുള്ളൂ. 12,000-ൽ നിന്ന് 14,000 കൂടിയിട്ടുണ്ട്. അത് കൂടുതലല്ല യഥാർത്ഥത്തിൽ. 15,000 വോട്ട് കൂടിയപ്പോൾ വെറും 2,000 മാത്രമേ കൂടിയിട്ടുള്ളൂ. പിന്നെ അവിടെ ഒരു പ്രത്യേകതയുള്ളത്, ആ മണ്ഡലം എപ്പോഴും ഇടതുപക്ഷ മുന്നണിയാണ്. എതിർ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുമല്ലോ. ഇടതുപക്ഷ മുന്നണി പക്ഷെ പതിവായിട്ട് ഈ INL എന്ന ഘടകകക്ഷിക്ക് കൊടുക്കുന്ന സീറ്റാണത്. 2016 21 അങ്ങനെയായിരുന്നു. 2016 അവരുടെ INL നേതാവ് അഡ്വക്കേറ്റ് OK തങ്ങളാണ് മത്സരിച്ചത്. 2021
അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പ്രൊഫസർ AP അബ്ദുൽ വഹാബാണ് മത്സരിച്ചത്. ഈ രണ്ട് വ്യത്യാസമുള്ളത്, ഈ രണ്ടുപേരും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായി. അവർ പിടിച്ച വോട്ടിന് തങ്ങൾ മത്സരിച്ചപ്പോൾ 47,000 വോട്ടേ INL സ്ഥാനാർത്ഥി കിട്ടിയുള്ളൂ. അത് പ്രൊഫസർ AP അബ്ദുൽ വഹാബ് മത്സരിച്ചപ്പോൾ 57,707 വോട്ട്, 10,000 വോട്ട് കൂടി. 10,000 വോട്ട് കൂടി. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് വ്യക്തിപരമാകാം, ഒന്ന് അബ്ദുൽ വഹാബ് സാറിന്റെ നാടാണ് ഈ മണ്ഡലത്തെ, ഇനിയിപ്പോൾ അവിടുത്തുകാരനാണ്. പിന്നെ അദ്ദേഹം PSMO കോളേജിലെ പ്രൊഫസർ എന്നല്ലേ, അദ്ദേഹത്തിന്റെ ശിഷ്യകളൊക്കെ ഉണ്ടാവും, എന്തായാലും അത് സ്വാധീനിച്ചിട്ടുണ്ടാവും. അതാണ് പ്രത്യേകത. ഏതായാലും INL ആ സീറ്റ് സ്ഥിരമായി കൊടുക്കുകയും അവിടെ മുസ്ലിം ലീഗ് സ്ഥിരമായി ജയിക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. ആകെ 3 തെരഞ്ഞെടുപ്പേ നടന്നിട്ടുള്ളൂ, ലീഗ് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. പിന്നെ ഒന്നുള്ളത് സാമാന്യം മോശമല്ലാത്ത സ്വാധീനം. മലപ്പുറം ജില്ലയിൽ BJPക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് വള്ളിക്കുന്ന്. ഇപ്പോൾ ജനേന്ദ്രൻ മാഷ് അവരുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പദവിയിൽ ഉൾപ്പെടെ ഇരുന്ന ഉയർന്ന വളരെ സീനിയർ ആയിട്ടുള്ള BJP നേതാവാണ്. അദ്ദേഹമാണ് 2016 അബ്ദുൽ ഹമീദ് മാഷക്ക് എതിരായിട്ട് മത്സരിച്ചിരുന്നത്. അന്ന് അവർക്ക് 23,000-ഓളം വോട്ട് കിട്ടി, 22,887 വോട്ട് കിട്ടി. എന്നാൽ അബ്ദുൽ ഹമീദ്, എനിക്ക് തോന്നുന്നു ഈ AP അബ്ദുൽ വഹാബ് മത്സരിച്ചത് കൊണ്ടാണോ അബ്ദുൽ ഹമീദ് മാഷക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2021 അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 2,000 മാത്രമേ കൂടിയുള്ളൂ. എന്നാൽ AP അബ്ദുൽ വഹാബിന് 10,000 വോട്ട് കൂടുകയും 10,000 വോട്ട് കൂടിയിട്ടുണ്ട്. പക്ഷെ അന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച പീതാംബരൻ പാലാട്ടിന് 3,000 വോട്ട് കുറയുകയാണ് ചെയ്തത്. ആ 3,000 വോട്ട് എന്തുകൊണ്ടാവാം എന്നത് ഒരു പക്ഷേ വ്യക്തിപരമാകാം, അല്ലെങ്കിൽ ജനേന്ദ്രൻ മാഷക്ക് ഉള്ള ആ സീനിയോറിറ്റിയും പരിചയമൊന്നും ഇദ്ദേഹത്തിന് പീതാംബരൻ പാലാട്ടിന് ഇല്ലാത്തതുകൊണ്ടും ആയിരിക്കാം. എങ്കിലും മലപ്പുറം ജില്ലയിൽ ഒട്ടും മോശമല്ലാത്ത 20,000-ഓളം വോട്ട് എന്ന് പറഞ്ഞ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മലപ്പുറം ജില്ല പോലെ ഒരു പ്രദേശത്ത് അത്ര ചെറുതല്ല. BJPക്ക് നില മെച്ചപ്പെട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കുകൾ നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്ക്. പക്ഷേ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളിലേക്ക് വരാം. അതിന് മുമ്പ് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നമ്മുടെ പ്രേക്ഷകർക്ക് വരുത്താനായിട്ട് 2016 അബ്ദുൽ ഹമീദിന് ലഭിച്ച വോട്ടുകളും അത് ഒന്ന് സ്പീഡിൽ വായിക്കാം. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 12,610 ആയിരുന്നു 2016. 59,720 വോട്ട് പിടിക്കുന്നു, 43.44%. ഇത് നേരെ 2021 വരുമ്പോൾ 71,823 വോട്ടുകൾ പിടിക്കുന്നു, 47.43 ആയിരുന്നു. ഭൂരിപക്ഷം 12,610 നിന്ന് 14,116 വർദ്ധിക്കുകയാണ് ചെയ്തത്. പിന്നെ രണ്ടാം സ്ഥാനത്ത് വന്ന LDF സ്ഥാനാർത്ഥിക്ക് 47,110, 21 വന്നപ്പോൾ 57,707 INL വർദ്ധിപ്പിക്കാൻ. ഇതാണ് അവിടുത്തെ ഒരു കണക്കുകൾ. ഇനി നമുക്ക് ഈ 2019 24 ലോക്സഭാ ഇലക്ഷനിൽ വള്ളിക്കുന്നിൽ ലഭിച്ച വിവിധ മുന്നണികൾക്ക് ലഭിച്ച വോട്ടിംഗ് പെർസെൻറ്റേജും വോട്ട് ശതമാനം നോക്കാം. UDFന് 50.8% ആണ് UDFന് നേടാൻ കഴിഞ്ഞിരുന്നത്, 73,861 വോട്ടുകൾ. LDFന് 30.5% മാത്രമാണ്, 44,339. NDAക്ക് 15% വോട്ടുകൾ ലഭിച്ചിരുന്നു, 21,802 വോട്ടുകൾ. 24ലേക്കും 21,000 ആണ് പിടിച്ചിരുന്നത്. അവരുടെ വോട്ടിംഗ് പാറ്റേൺ അതേപോലെ. ഇനി UDFന് 24 ഈ 50.8 എന്നുള്ളത് 53.4 ഉയർത്താൻ സാധിച്ചു. അവിടെ പിന്നെ LDFനും ലേശം ഒരു വർധന കാണുന്നുണ്ട്. 30.5 നിന്നും 31.4 ഇത് വർദ്ധിച്ചു, 47,125. NDAക്ക് വളരെ കൃത്യമാണത്. ആ 15% നേരെ 14% 1% അവിടെ ഇവിടെ പിന്നെ ഉള്ള വ്യത്യാസം കൃത്യമായിട്ട് കാണാം. അങ്ങനെ വരെ. ഇതാണ് പിന്നെ 19 24 കണക്കുകൾ. പിന്നെ വളരെ പ്രശസ്തരായ ആൾക്കാർ നമുക്ക് ഒന്ന് പേര് സൂചിപ്പിച്ച് പോകാം. ഇവിടെ നിന്ന് സുലൈമാൻ സേട്ട്, ഇയാമത്, കുഞ്ഞാലിക്കുട്ടി, സമദാനി, ഇങ്ങനെ പല പ്രമുഖ ആൾക്കാർ ഇവിടെ നിന്നും ജയിച്ചു പോയിട്ടുണ്ട് ലോക്സഭയിലേക്ക്. ഇതാണ് 19 24 16 21 കണക്ക്. അത് കഴിഞ്ഞിട്ട് അവസാന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ വള്ളിക്കുന്നിൽ UDFന് 90,000-ലധികം വോട്ടുകളാണ് ഇത്. 90 UDFന് ഗണ്യമായി കൂടി. അതെ. മാത്രമല്ല 60,000-ൽ പല വോട്ടുകൾ മാത്രമാണ് LDFന് നേടാൻ കഴിഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 13,994 വോട്ടുകളാണ് വാസ്തവത്തിൽ BJPക്ക്. 13 ഉള്ളൂ. അവിടെ നമ്മൾ നേരത്തെ കണ്ട ഒരു ചെറിയ കുറവ് അവിടെ ബോഡി ഇലക്ഷനിൽ പിന്നെയും കുറഞ്ഞു പോയി. ഇതാണ് എൻ്റെ ഒരു സാഹചര്യം. അല്ല, അതിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ കണ്ട ഒരു ട്രെൻഡ്,
ഈ ലോക്സഭയിലേക്ക് UDF അയക്കുക എന്നുള്ള ഒരു ട്രെൻഡാണ്. അത് പൊതുവെ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകൾ മൈൻഡ് സെറ്റിലേക്ക് ആൾക്കാർ എത്തിയിട്ടുണ്ട്. കാരണം ഇടതുപക്ഷമായാലും ഒരു UDF കുറച്ച് സോഫ്റ്റാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. കാരണം ദേശീയമായിട്ടുള്ളൊരു ദേശീയമാണ്. കാരണം ജയിപ്പിച്ചു വിട്ടാലും ഇപ്പോൾ ഒരു CPM-കാരന് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരന് അവിടെ പോയി ഒന്നും ചെയ്യാനില്ല എന്നൊരു ധാരണ പൊതുവെ നമ്മുടെ ധാരണയിലുണ്ട്. പക്ഷേ UDF-ന്റെ LDF-ന്റെ വോട്ട് കുറയുകയും UDF-ന്റെ വോട്ട് കൂടുകയും ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴും കുറയാൻ പാടില്ല NDA-യുടെ വോട്ട്. അവർ ദേശീയ തലത്തിൽ വോട്ട് മാക്സിമം ക്യാമ്പയിൻ ചെയ്യേണ്ടത്. ആ ഒരു ബോധത്തിലേക്ക് അവരും പല പ്രദേശത്ത് എത്തിക്കാണുന്നില്ല. മാഷെ, അവസാനമായിട്ട് ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. നമ്മൾ ഈ കടലുണ്ടി പക്ഷി സങ്കേതം അതുപോലെ ദേശാടന പക്ഷികളുണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ സ്ഥാനാർത്ഥികളും ദേശാടനക്കാരായിരുന്നു അതോ അവിടുത്തുകാർ തന്നെ? കറക്റ്റാണ്. നല്ല ചോദ്യമാണത്. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ അവിടുത്തുകാർ മത്സരിച്ചിട്ടില്ല. പലപ്പോഴും പല നിർദ്ദേശങ്ങളിലും ആ മണ്ഡലക്കാർ സ്ഥാനാർത്ഥിയായിട്ട് വരും എന്നൊക്കെ VP അബ്ദുൽ ഹമീദ് മാഷ് അദ്ദേഹത്തിന്റെ പേരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ പക്ഷേ യോഗം ഉണ്ടായിട്ടില്ല. പിന്നെ മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, അവർ ഈ IAS പരീക്ഷ പോലെയാണ്, പ്രിലിംസ് പാണക്കാട്ടാണ് നടക്കുക. പാണക്കാട്ടിൽ നിന്ന് പ്രിലിംസ് പാസ്സായാൽ പിന്നെ എവനായാലും മതി, എവിടുത്തുകാരനായാലും മതി, ജനങ്ങൾ വോട്ട് ചെയ്തോളൂ എന്നുള്ള വിശ്വാസമാണ്. അത് പതുക്കെ ഒന്ന് മാറ്റി കൊടുത്തില്ലെങ്കിൽ എന്നും ഇങ്ങനെ തന്നെ നിൽക്കും. ഒരു നാട്ടിൽ നിന്ന് അവിടുത്തുകാരനായ ഒരു MLA ഉണ്ടാവണം എന്നൊക്കെയുള്ള ആലോചനയ്ക്ക് ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ മണ്ഡലങ്ങളിൽ വന്നിട്ടില്ല. മിക്ക മുസ്ലിം ലീഗിന്റെ മണ്ഡലങ്ങൾ അവിടുത്തുകാരല്ലല്ലോ, അപൂർവം മണ്ഡലങ്ങളേ ഉള്ളൂ. ദേശാടന പക്ഷികൾ പണ്ട് ആ പേരുണ്ടായിരുന്നല്ലോ. പണ്ട് MP-മാർ അക്ഷരാർത്ഥത്തിൽ പറന്നു വരികയായിരുന്നല്ലോ. വിമാനം കയറാതെ സ്വന്തം മണ്ഡലം കാണാൻ പറ്റാത്ത ബനാത്ത് വാൽ എത്ര കാലം MP ആയിരുന്നു. ഇബ്രാഹിം സുലൈമാൻ സൈഡ് എത്ര കാലം MP ആയിരുന്നു. ഒരിക്കലും മലപ്പുറത്തുകാര് പോക്കർ സാഹിബ്, പണ്ട് ഇസ്മായിൽ സാഹിബ്, അവര് രണ്ടുപേരും കേരളത്തിന്റെ തന്നെ ദേശാടന പക്ഷികളായിരുന്നു അല്ലേ? ബനാത്ത് വാല കേന്ദ്രീകരിച്ചിരുന്നത് മുംബൈയിലല്ലേ? കേരളത്തിന് ബനാത്ത് വാല ബോംബെക്കാരനായിരുന്നു. ഇബ്രാഹിം സുലൈമാൻ സൈഡ് ബാംഗ്ലൂർക്കാരനാണെങ്കിൽ താമസിച്ചിരുന്ന കൊച്ചിയിലാണെന്ന് പറയാം. അതേസമയത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മദ്രാസിലാണ്, അവിടുന്ന് വന്നാണ് മത്സരിച്ചത്. B പോക്കർ സാഹിബ് തലശ്ശേരിക്കാരനാണ്. അപ്പൊ മലപ്പുറം ജില്ല എന്നും ഇങ്ങനെയാണ്. സുലൈമാൻ സെഡ്ജിയോടൊപ്പം ഇരുന്ന് ചായ കുടി ഈ കൊച്ചിയിൽ വെച്ച് തന്നെ അവസരം കിട്ടിയിട്ടുണ്ട്. കൊച്ചിയിൽ കൂടെ സുലൈമാൻ സെഡ്ജിയോടൊപ്പം ഇരുന്ന് ചായ കുടിക്കാൻ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം അത് ചെറിയൊരു വാർത്ത കൊടുത്തു, മനോരമയിലാണെന്ന്. ഒന്ന് വാർത്ത കൊടുത്തതിന്റെ സന്തോഷത്തിനായിട്ട് അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയതാണ്. വാർത്ത ഒരെണ്ണം കൊടുത്തതിന്റെ പേരിൽ വിളിച്ചു കൊണ്ടുപോയത്. സന്തോഷം. ചായയൊക്കെ കുടിക്കാമെന്ന് മനോരമക്കാർ പറഞ്ഞിട്ടുണ്ട്. കൈക്കൂലി ആവുന്നില്ല എന്നാലും നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. അപ്പോ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോ ഇതാണ് വള്ളിക്കുന്നിന്റെ കണക്ക്, ഇതാണ് വള്ളിക്കുന്നിന്റെ ചരിത്രം, ഇതാണ് വള്ളിക്കുന്നിന്റെ സംസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.